ഏതു മതമാണ് പറയുന്നത് കുട്ടികളെ പീഡിപ്പിക്കാൻ മദ്രസകളില്? ആ പീഡനത്തിനെതിരെ ഉസ്താദെ നിങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്ന് പറയാൻ കെ.ടി. ജലീലിന് തോന്നിയോ? ഈ പൈതലുകളുടെ ഭാവി ജീവിതം ഇല്ലാതാക്കുന്ന, അവരുടെ സന്തോഷം തകർക്കുന്ന, അവരുടെ വിദ്യാഭ്യാസം തകർക്കുന്ന, അവരുടെ മാനസിക ഉല്ലാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഈ കാപാലികന്മാരുടെ കാമഭ്രാന്തിനെ കുറിച്ച് അങ്ങൊന്ന് പറയണം. അതല്ലെങ്കിൽ മദ്രസകളിലെ ഉസ്താദ് കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പറയണം. അവരെ പള്ളി വിലക്കണം, മഹലിൽ നിന്നും പുറത്താക്കാനൊന്ന് പറയണം എന്ന് പറയാൻ ഏതെങ്കിലും ഒരു ഉസ്താദിന് കഴിയുമോ? മതമില്ലാത്ത നീ എന്തിനാ തലയിൽ തട്ടം ഇട്ടേക്കുന്നോ? അതിനെന്തിനാ നിന്റെ തന്ത വഞ്ചെന്നാണോ തട്ടം? ഞാൻ എന്ത് ഉപയോഗിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നത് എന്റെ തീരുമാനമാണ്. നീ ആരടാ അത് ചോദിക്കാൻ? എനിക്ക് മതമുണ്ടോ ഇല്ലേ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? എനിക്ക് മതമുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്ത് വസ്ത്രം ധരിക്കണം എന്ന് നീ ആരടാ എന്നോട് ചോദിക്കാൻ? നീ നിന്റെ വീട്ടിലുള്ളവരെ നിയന്ത്രിച്ചാൽ മതിച്ചല്ലേ. അവിടെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിലേ കിട്ടും മുഖത്ത്. അപ്പൊ ഇദ്ദേഹം സദസ്സിൽ പറയാം, 5 കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളെ അടിക്കാം. 1, നിനക്ക് കാമഭ്രാന്ത് തോന്നുമ്പോൾ, നിനക്കൊന്ന് വ്യഭിചരിക്കണമെന്ന് തോന്നുമ്പോൾ നീ പുറത്തു പോകല്ലേ മോനെ. നിന്റെ വീട്ടിൽ നിന്റെ സുഹൃത്തുക്കളുണ്ട്, നിന്റെ തന്തയുടെ സ്മൈലിംഗ് ഹൈഡിങ്. നിനക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ടെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് തന്തയുണ്ട്, നിനക്ക് തന്തയില്ല. അത്രേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ശരി, തന്തയ്ക്ക് വിളി കേൾക്കണമെങ്കിൽ ഇനി അവിടെ തന്നെ നിൽക്കും. നീ എന്റെ തന്തയ്ക്ക് പറഞ്ഞാൽ നിന്റെ തന്തയുടെ തന്തയ്ക്ക് പറയും കേട്ടോ. 5 കാര്യങ്ങൾക്ക് അടിക്കാം. 1, നിനക്ക് അവളുമായിട്ടൊന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നിയാൽ അവൾ അതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അടിക്കാം. ഇനിയും സമ്മതിച്ചു, ഡിങ്കോ ഡാൽഫി കഴിഞ്ഞു കുളിച്ചില്ലെങ്കിൽ അടിക്കാം. 2 രാവിലെ കൃത്യമായി എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കണം, 5 നേരവും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാം. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ഭാര്യ പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ 2 പൊട്ടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി 5ാമത്തതാണ് രസകരം. 5ാമത്തത്, നിനക്ക് അവളുടെ സൗന്ദര്യം കാണണമെന്നു തോന്നി, അപ്പോൾ തന്നെ അവൾ അത് പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ അടിക്കാം. അല്ല ഉസ്താദേ, ഇതൊക്കെ സ്ത്രീകൾക്കും തിരിച്ച് ചെയ്യാമോ എന്ന് ചോദിക്കാൻ അവന്റെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് പോലും ധൈര്യമില്ല. അവരാരും അത് ചോദിക്കില്ല എന്ന് കൃത്യമായിട്ട് ഉസ്താദിനറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിവരക്കേടുകളെല്ലാം ഒന്ന് പറയുന്നത്. ആരും അത് വിമർശിക്കില്ല എന്നിവർക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ആരും എതിർ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അത് ഇവർക്ക് ഇങ്ങനത്തെ വൃത്തികേടുകളും ഭക്ഷണത്തരങ്ങളും വന്നിരുന്ന് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകാൻ പറ്റുമോ? അപ്പൊ പെണ്ണിന്റെ നെഗളിപ്പാണത്രേ പെണ്ണ് വിവാഹത്തിന് സമ്മതിക്കാത്തതും ജോലി വേണം ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. ഗൗരവത്തോടെ ചിന്തിക്ക്. നമ്മൾ പറയുന്നതൊക്കെ ഇതൊക്കെ പണ്ടേതോ കാലഘട്ടങ്ങളിൽ വേറെ ഏതോ രാജ്യത്ത് നടന്നിരുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളോടൊന്ന് ചോദിക്കുമോളെ, നിനക്ക് വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? നിനക്കിപ്പോ വേണോ വേണ്ടാന്നാ കുട്ടികൾ അധികം പറയുന്നത്. വേണ്ട, വിവാഹം വേണ്ട. എന്തിനാണ് ആ വക പൊല്ല? ഈ പെൺകുട്ടികൾ ജനിക്കുന്നത് തന്നെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ കഴിഞ്ഞു പോയി ഉസ്താദേ. പെണ്ണാണ്, അയ്യോ അതിനെ കെട്ടിക്കണം, പണം വേണം. നമ്മൾ ചിന്തിക്കുന്നത് അവരെ പഠിപ്പിക്കണം, അതിന് പണം വേണം, അവരെ പഠിപ്പിക്കണം. എന്റെ മോൾക്ക് ഈ ജൂൺ 20-ാം തീയതി ആകുമ്പോൾ 19 വയസ്സാണ്. കല്യാണത്തെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പഠിക്കട്ടെ. നമ്മുടെ മക്കൾ പഠിച്ച് ഒരു ഡോക്ടറായോ, ഒരു എഞ്ചിനീയറായോ, ഒരു അധ്യാപകനായോ ഒന്നും വേണ്ട, ഒരു പ്യൂൺ ജോലി എങ്കിലും നേടിക്കഴിഞ്ഞാൽ അവരാരുടെയും എച്ചില് വാരേണ്ടി വരില്ലല്ലോ, ആരുടെയും കൈത്തരിപ്പിന് നിന്നു കൊടുക്കേണ്ടി വരില്ലല്ലോ, കണ്ണീര് കൊണ്ട് മുഖം കഴുകേണ്ടുന്ന ഒരവസ്ഥ വരില്ലല്ലോ. എല്ലാ ദിവസവും തലയണയിൽ മുഖമമർത്തി ആരും കേൾക്കാതെ പൊട്ടിക്കരഞ്ഞ് സ്വയം നീറി മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് അവർക്ക് പ്രകാശം പരത്തി അവരുടെ ജീവിത സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഉരുകേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ജോലി വേണമെന്ന് പറയുമ്പോൾ ഉസ്താദിന് അതൊരു അഹങ്കാരമായിട്ട് തോന്നുക.
പെണ്ണ് അയ്യോ എനിക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയാ, ഇനി എന്താ ചെയ്യുക, അതിനെ കെട്ടിച്ചു വിടണ്ടേ? അതിന് ആ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീധനം കൊടുക്കാൻ കുറെ പണം വേണം. ഇന്ന് 1 പവന്റെ സ്വർണം വേണമെങ്കിൽ പണിക്കൂലി ഉൾപ്പെടെ 74-75,000 രൂപയാകും. അതിനേക്കാൾ ഒരു 2-3 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ആ പെൺകുട്ടിയെ ഒന്ന് പഠിപ്പിച്ച് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ജോലിക്കൊന്ന് കയറ്റി നോക്കിക്കേ, അവൾ മരണം വരെ സന്തുഷ്ടമായി ജീവിക്കില്ലേ, സന്തോഷത്തോടെ ജീവിക്കില്ലേ? മരണം വരെ അവൾക്ക് ആവശ്യമുള്ളത്, അവളുടെ കുടുംബത്തിന് ആവശ്യമുള്ളത് അവള് തന്നെ ജോലി ചെയ്ത് അധ്വാനിക്കില്ലേ? അതല്ലേ വേണ്ടത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവരമുണ്ട്. എന്തിനാ അങ്ങനെയുള്ള പൊല്ലാപ്പൊക്കേതാണ്? വേണമെങ്കിൽ ഇങ്ങനെ ടുഗദർ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക, ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുക. അത് തന്നെ ആണെന്നെ വേണമെന്നൊന്നുമില്ല. പെണ്ണിന് ആണായാലും മതി, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്, ഗൈസ്, ലെസ്ബിയൻ, ഇങ്ങനെ ഓരോ അതാണ്. ഗൈസും ലെസ്ബിയനും ഒന്നും ഉസ്താദിനെ തീരെ അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ. റെനി അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്. അതായത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, ഇനി അവരാരെങ്കിലും അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഫഅലുഹുന്ന, അവരെ നിങ്ങളൊന്ന് ഉപദേശിച്ചോ, വലരിബൂഹുന്ന, 2 പൊട്ടിച്ചോ, വഹുജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറ ബഹിഷ്കരിച്ചു നോക്ക്. കാരണം ഇയാൾക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഉണ്ട്. അവളുമാരുമായി ഇയാള് സല്ലപിക്കുമ്പോൾ ഈ പെണ്ണൊരുത്തി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കിടന്ന് അനുഭവിക്കുക. മനസ്സിലായ? എടാ, ഇസ്ലാമിക അറിവുകളിൽ പെട്ടതാണ് ഒരു അന്യ സ്ത്രീയോട് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. നീയൊക്കെ ഇങ്ങനെ വരണം, ലൈവുകളിൽ ചാറ്റുകളിൽ കയറി വരണം. നിന്റെയൊക്കെ വിവരം എന്താണെന്നും മതപരമായിട്ടുള്ള മമ്മദണ്ണൻ പഠിപ്പിച്ച സംസ്കാരം എന്താണെന്നും ഇവിടെ വന്ന് നീയൊക്കെ വിളമ്പണം. പിന്നെ വിളമ്പൽ അധികമായി കഴിഞ്ഞാൽ പറഞ്ഞും വിടും കേട്ടോ. ഒന്ന് പോകാൻ പറയാൻ, ഇത് നിന്റെ വീടാണോടാ? അതെങ്കിലും ഒന്ന് മനസ്സിലാക്കടാ ഊളെ. നമുക്ക് താല്പര്യമില്ല ആ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകുക. അല്ലാതെ അവരോട് നീ മിണ്ടരുത് എന്ന് പറയാനും ഒന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയാനും ഇത് നിന്റെ വീടല്ലല്ലോടാ. അതൊക്കെ മദ്രസകളിൽ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാത്തതാ. ഇന്ന് പബ്ലിക്കിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. നമുക്ക് താല്പര്യമില്ല, ശരി, നമ്മൾ ഇറങ്ങിപ്പോകുക. അവരോട് നിർത്താൻ പറയുന്നത് എന്തിനാ? നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണല്ലോ ഇത്, അതുകൊണ്ടാണ് ആ വിഷമം തോന്നുന്നത്. അങ്ങനെ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത്? ഇതിനാണ് പറയുന്നത്, നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങള് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു. എന്ത് സാറേ, ഒന്നും കൂടി കേൾക്കാനുള്ള താല്പര്യമുണ്ടാ? ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ദാമ്പത്യ മൂല്യങ്ങൾ ഇവര് നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളൂ കേട്ടോ. പറയരുത്, ഇത് മതിയാക്കണം, ഇനി ഇത് വേണ്ടാന്ന് വിചാരിക്കും തോറും ഇവര് നമ്മളെ കൊണ്ട് സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കും, പറയിപ്പിക്കും. ഇതാണ് ഇവരുടെ ജോലി. ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചൊക്കെ ഇന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഉസ്താദേ. ഇസ്ലാമില് പ്രവാചകനാണല്ലോ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നല്ലേ പറഞ്ഞു. പ്രവാചകന്റെ ഉത്തമമായ മാതൃകകള് ഇന്ന് പുറത്തെടുക്കാൻ പറ്റൂ ഉസ്താദേ? അട്ടി കിട്ടൂലേ ഉസ്താദേ എവിടെന്നെങ്കിലും ഒക്കെ? ഈ മനോഹരമായ മാതൃകകളൊക്കെ തലച്ചോറുള്ളവൻ പറയും ഇത് പബ്ലിക്കായിട്ട് പച്ചയ്ക്കുള്ള പെണ്ണുപിടിയാണെന്ന്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണോ ഉസ്താദേ? അപ്പൊ പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ തോന്നിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ആണാണിനോട് ഇഷ്ടം തോന്നിയാൽ തോന്നിക്കോട്ടെ, അത് നിങ്ങൾക്ക് എന്താ? ഇസ്ലാം അത് പഠിപ്പിക്കാത്തത് എന്തുകൊണ്ടാ? ആ കാലഘട്ടത്തിൽ നബിക്കതൊന്നും അറിയില്ല ഇതൊന്നും ഉസ്താദേ. പിന്നെ പടച്ചോനാണെങ്കിൽ തീരെ വിവരദോഷിയാണല്ലോ. അതുകൊണ്ട് പടച്ചോനും അതിനെ കുറിച്ചിട്ടൊന്നും വലിയ വശമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ജെൻഡർ ഉണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞാല് അങ്ങേയറ്റം ഒരുപാടുണ്ടത്. LGBTQ+, ഇങ്ങനെ പ്ലസ് ഇട്ട് പോകും. ഒരുപാട് ഇനങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ആണ് പെണ്ണ്, അതല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത ഒന്ന് അല്ലാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? 6-ാം നൂറ്റാണ്ടിന്റെ അറിവ് വെച്ചിട്ട് പ്രവാചകൻ അതേ അറിയുമായിരുന്നുള്ളൂ. മരുഭൂമിയിലെ പടച്ചോന് എന്തറിയാനാ? തന്നെ